സുന്നഹദോസ് എന്നുള്ള വാക്ക് ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. സിനഡോസ് എന്ന് പറയുന്നതായ ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അസംബ്ലി അല്ലെങ്കിൽ മീറ്റിംഗ് എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. സുന്നഹദോസ്, സൂനഹദോസ്, സുൻഹാദോസ് എന്നിങ്ങനെ മലയാളത്തിൽ ഈ പദം വിവർത്തനം ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. നിഖ്യാ സുന്നഹദോസിൻ്റെ 1700 വാർഷികം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണിത്. 325 മെയ് മുതൽ ജൂൺ വരെ നടന്നതായ ഒന്നാമത്തെ സാർവത്രിക സുന്നഹദോസാണ് നിഖ്യാ സുന്നഹദോസ്. സഭാസംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനായിട്ടാണ് അന്ന് കുസ്തന്തീനോസ് രാജാവ് സുന്നഹദോസ് വിളിച്ചുകൂട്ടിയത്. സഭാസംബന്ധമായ കാര്യങ്ങൾ, സഭയുടെ ഭരണം സംബന്ധിച്ചും വിശ്വാസം സംബന്ധിച്ചുമുള്ളതായ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ക്രൈസ്തവ സഭയുടെ ആരംഭം മുതൽ സുന്നഹദോസുകൾ കൂടാറുണ്ട്. ആ സുന്നഹദോസുകളെ കുറിച്ച്, നിഖ്യാ സുന്നഹദോസിന് മുമ്പ് കൂടിയതായ ചില സുന്നഹദോസുകളെ കുറിച്ച് ഒന്ന് പരാമർശിക്കണമെന്നാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. നിഖ്യാ സുന്നഹദോസിന് മുമ്പ് കൂടിയതായ കുറേ അധികം സുന്നഹദോസുകൾ കൂടിയിട്ടുണ്ട്. പക്ഷേ പൊതുവായിട്ടുള്ള സുന്നഹദോസുകൾ അതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, മൊത്തം സഭയും ബാധിക്കുന്ന യെരുശലേമിലെ സുന്നഹദോസ്. AD 50 പരിശുദ്ധ ശ്ലീഹന്മാർ വിളിച്ചു കൂട്ടിയതായ സുന്നഹദോസ്. അതേ സമയത്ത് അതിനുശേഷം നടന്നതായ കുറേ അധികം സുന്നഹദോസുകളുണ്ട്. പ്രാദേശിക തലത്തിൽ നടന്നതായ സുന്നഹദോസുകളുണ്ട്. റോമിലെ, അലക്സാണ്ട്രിയയിലെ, അന്ത്യോക്യയിലെ, ഏഷ്യ മൈനറിൽ, ഇന്നത്തെ തുർക്കി പ്രദേശം, കൈസറിയ, എഫേസോസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ, സ്പെയിനിൽ, ഫ്രാൻസിൻ്റെ ഭാഗമായിരുന്നു ഗോളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രാദേശിക സുന്നഹദോസുകൾ കൂടിയിട്ടുണ്ട്. നമ്മുടെ നിഖ്യാ സുന്നഹദോസ് കൂടുന്നതിന് മുമ്പ് കൂടിയിട്ടുള്ളതായ അത്രി സുന്നഹദോസുകളെ പ്രാദേശിക സുന്നഹദോസുകൾ എന്ന് വിളിക്കും. നിഖ്യാ സുന്നഹദോസ് മുതലുള്ളതായ സുന്നഹദോസുകളെ സാർവത്രിക സുന്നഹദോസുകൾ അഥവാ എക്യുമെനിക്കൽ സുന്നഹദോസുകൾ എന്ന് വിളിക്കും. നിഖ്യാ സുന്നഹദോസിന് ശേഷം AD 381 തവഡോഷ്യോസ് ചക്രവർത്തി വിളിച്ചു കൂട്ടിയ കുസ്തന്തീനോപ്പോലിസ് സുന്നഹദോസ്, അതിനുശേഷം 431 കൂടിയ എഫേസസ് സുന്നഹദോസ് ഒക്കെ സാർവത്രിക സുന്നഹദോസുകൾ അറിയപ്പെടുന്നു. അക്കാലഘട്ടങ്ങളിൽ പല പ്രദേശത്തും പ്രാദേശിക സുന്നഹദോസുകൾ കൂടിയിട്ടുണ്ട്. കൽദായ സഭ, അതായത് പേർഷ്യയിലെ സഭ, ഇപ്പം നമ്മുടെ തൃശ്ശൂർ ആസ്ഥാനമായിട്ടുമൊക്കെ ഉള്ളതായ സഭ, നിഖ്യാ സുന്നഹദോസ്, കുസ്തന്തീനോപ്പോലിസ് സുന്നഹദോസ് എന്നീ 2 സാർവത്രിക സുന്നഹദോസുകളെ അംഗീകരിക്കുന്നു. മലങ്കര സഭ ഉൾപ്പെടുന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ നിഖ്യ, കുസ്തന്തീനോപ്പോലിസ്, എഫേസൂസ് എന്നീ 3 സുന്നഹദോസുകളെ ഇക്യുമെനിക്കൽ സുന്നഹദോസുകളായി അഥവാ സാർവത്രിക സുന്നഹദോസുകളായി അംഗീകരിക്കുന്നു. റഷ്യ, റൂമേനിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ സഭകൾ ഉൾക്കൊള്ളുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ അഥവാ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ നിഖ്യ, കുസ്തന്തീനോപ്പോലിസ്, എഫേസൂസ് എന്നിവയോട് ചേർന്ന് 4 സുന്നഹദോസുകളെ കൂടി, കൽക്കദോന, നിഖ്യ, പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ തുടങ്ങിയവ വെച്ചിട്ട് മൊത്തം 7 സുന്നഹദോസുകളെ സാർവത്രിക സുന്നഹദോസുകളായി അംഗീകരിക്കുന്നു. എന്നാൽ റോമൻ കത്തോലിക്ക സഭ ഇവയുൾപ്പെടെ, ഈ 7 സുന്നഹദോസ് ഉൾപ്പെടെ 21 സുന്നഹദോസുകളെ എക്യുമെനിക്കൽ സുന്നഹദോസുകളായി കരുതുന്നു. AD 325 നിഖ്യാ സുന്നഹദോസ് മുതൽ 1962-65 കാലഘട്ടത്തിൽ കൂടിയ 2ാം വത്തിക്കാൻ കൗൺസിൽ വരെ ഉള്ളതായ സുന്നഹദോസുകളാണ് പൊതുവെ റോമൻ കത്തോലിക്ക സഭയുടെ സാർവത്രിക സുന്നഹദോസുകളായി അറിയപ്പെടുന്നത്. നിഖ്യാ സുന്നഹദോസിന് മുമ്പ് കുറേയധികം സുന്നഹദോസുകൾ സഭയിൽ കൂടിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ അധ്യക്ഷതയിൽ കൂടിയ യെരുശലേം സുന്നഹദോസ് ഒഴികെ അവയിലെല്ലാം പ്രാദേശിക സുന്നഹദോസുകളാണ് മിക്കവാറും എല്ലാം. മുഴുവൻ സഭയുടെയും പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന യെരുശലേം സുന്നഹദോസ് ആ അർത്ഥത്തിൽ പറഞ്ഞാൽ സാർവത്രിക സുന്നഹദോസാണ്. 1, 2, 3 നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സഭ പീഡിപ്പിക്കപ്പെടുവായിരുന്നു. ആ പീഡിപ്പിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ഒന്നിച്ചു കൂടുക എന്നുള്ളത് പ്രായോഗികമായിരുന്നില്ല. ശത്രുക്കളുടെ ഉപദ്രവമുണ്ട്, നാട്ടുകാരുടെ ഉപദ്രവമുണ്ട്, ഭരണാധികാരികളുടെ, രാജാക്കന്മാരുടെയൊക്കെ ഉപദ്രവമുണ്ട്, യഹൂദന്മാരുടെ ഉപദ്രവമുണ്ട്. ഈ ഉപദ്രവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ സഭയെ ഒന്നിച്ചു വിളിച്ചു കൂട്ടുക എന്നുള്ളത് പ്രായോഗികമായി നടക്കുന്നതായ കാര്യമല്ല. അതേ സമയത്ത് തന്നെ സഭ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും സഭ വളരുന്നുണ്ടായിരുന്നു. സഭ വളരുന്ന അവസരത്തിൽ തന്നെ പല വിപരീതോപദേശങ്ങളും സഭയിലുണ്ടായി. ആ വിപരീതോപദേശങ്ങളെ തള്ളിക്കളയുവാനും ഭിന്നതകൾ പരിഹരിക്കുവാനും ഓരോ പ്രദേശങ്ങളിലെ മെത്രാപ്പൊലീത്തന്മാർ വിളിച്ചു കൂട്ടിയതായ സമ്മേളനങ്ങളാണ് പ്രാദേശിക സുന്നഹദോസുകൾ എന്നറിയപ്പെടുന്നത്. ജ്ഞാനവാദം, മൊണ്ടാനിസം, മൊണാർക്കിയനിസം,
സെബല്യനിസം തുടങ്ങിയവ ആദ്യകാല വേദവിപരീതങ്ങളായിരുന്നു. ഉയർപ്പ് പെരുന്നാളിൻ്റെ തീയതി സംബന്ധിച്ച് വലിയൊരു തർക്കം സഭയിൽ നിലനിന്നിരുന്നു. അത് പരിഹരിക്കാനായിട്ട് ക്വാർട്ടോഡെസിമൻ കോൺട്രവേഴ്സി എന്നറിയപ്പെടുന്നതായ ആ തർക്കം പരിഹരിക്കാനായിട്ട് റോമിലും അന്ത്യോക്യയിലുമൊക്കെ സുന്നഹദോസ്, സ്മിർനായിലുമൊക്കെ സുന്നഹദോസുകൾ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേദവിപരീതം മാത്രമല്ല, സഭയിൽ നിന്ന് വിഘടിച്ചു പോകുന്ന ആളുകൾ ഫെലിസ്മോസ്കിസം, ഡൊണാറ്റോസ്കിസം, മിലീറ്റ്യൂസ്കിസം, വിശ്വാസത്യാഗികളുടെ സഭാ പ്രവേശനം തുടങ്ങിയതായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൂടുവാനായിട്ട് പല സുന്നഹദോസുകളും കൂടിയിട്ടുണ്ട്. 2-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിക്ക് ശേഷമാണ് പല സുന്നഹദോസുകളും കൂടാൻ ആരംഭിച്ചത്. 3-ാം നൂറ്റാണ്ടോടുകൂടി വ്യാപകമായി ഇത്തരം യോഗങ്ങൾ നടന്നുവെന്ന് മാത്രമല്ല, പ്രാദേശികമായി കൂടിയ പല സുന്നഹദോസുകളുടെയും തീരുമാനങ്ങൾ മറ്റിടങ്ങളിലുള്ള സഭകളെ അറിയിക്കുകയും ചെയ്തു. റോമിലും അന്ത്യോക്യയിലും അലക്സാന്ദ്രിയയിലും ഇതിനോട് ബന്ധപ്പെട്ട സഭകളിലും പ്രാദേശിക സുന്നഹദോസുകൾ കൂടിയിട്ടുണ്ട്. AD 155, AD 193 തുടങ്ങിയ 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും റോമിൽ ചില സുന്നഹദോസുകൾ നടന്നു. അതുപോലെ അന്ത്യോക്യയിലും ഏഷ്യ മൈനറിലും അലക്സാന്ദ്രിയയിലും സ്മിർനായിലും കാർത്തേജിലും മറ്റും കൂടിയ സുന്നഹദോസുകൾ വളരെ പ്രധാനപ്പെട്ടവയായി സഭാചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ സുന്നഹദോസുകളുടെ യഥാർത്ഥ തീയതിയും വർഷവുമൊക്കെ പലപ്പോഴും പരിശോധിക്കുന്ന ഉടനെ വ്യത്യസ്തമായ തീയതികളൊക്കെ കാണാം. ചിലപ്പോൾ 1-2 വർഷം അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയൊക്കെ ഇരിക്കും. കാരണം ആ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തുന്നതൊക്കെ പ്രയാസമായിരുന്നു. പിന്നെ പീഡകൾ നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും നശിപ്പിക്കപ്പെടുന്നുണ്ട്, തീയിട്ട് നശിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ട്. പക്ഷെ പൊതുവെ പിതാക്കന്മാരുടെ എഴുത്തുകളിലെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വലിയ വേദവിപരീതികളൊക്കെ എഴുതും. ആ എഴുതിയ ഒരു കാലഘട്ടത്തിൽ അവർ എഴുതിയിട്ടുണ്ട്. പക്ഷെ സത്യവിശ്വാസികൾ അങ്ങോട്ട് വരുമ്പോൾ ഈ വേദവിപരീതികളെ പിടിക്കുമ്പോഴത്തേക്കിന് അവരുടെ പുസ്തകങ്ങൾ മുഴുവൻ നശിപ്പിച്ച് കളയാം. അതുപോലെ തന്നെ രാജാക്കന്മാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് അരമനകളോ പള്ളികളോ വാസസ്ഥലങ്ങളോ ഒക്കെ പിടിക്കുമ്പോൾ അവിടെയുള്ള രേഖകൾ മുഴുവൻ നശിപ്പിച്ച് കളയാം. അതുകൊണ്ട് പല സുന്നഹദോസുകളെ കുറിച്ചും വ്യക്തമായ രേഖകൾ നമുക്ക് ലഭ്യമല്ല. പക്ഷേ പാർഷ്യലായിട്ട് ലഭ്യമായിരിക്കുന്ന രേഖകൾ വെച്ചുകൊണ്ട് തന്നെ പിതാക്കന്മാർ ഇതൊക്കെ ട്രേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒന്നാമത് കൂടുന്നതായ സുന്നഹദോസ് യഹൂദന്മാരല്ലാത്തവരെ വിജാതീയരും സഭയിൽ ചേരുവാൻ തുടങ്ങിയപ്പോൾ സഭയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. പുറജാതികളിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിക്കുന്നവർ ആദ്യം യഹൂദരാകണമോ അതോ അവർക്ക് നേരിട്ട് ക്രിസ്തുമതം സ്വീകരിക്കാമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചർച്ചാ വിഷയം. ഇതിനെക്കുറിച്ച് അപ്പോസ്തലന്മാരുടെ ഇടയിൽ തന്നെ ഒരു ഭിന്നതയുണ്ടാകുന്നു. പത്രോസും പൗലോസും 2 നിലപാടുകൾ സ്വീകരിച്ചു. ഈ പ്രശ്നത്തെക്കുറിച്ച് ആലോചിക്കുവാൻ AD 50 യെരൂശലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായി യാക്കോബിന്റെ അധ്യക്ഷതയിൽ ഒരു സുന്നഹദോസ് കൂടി അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായത്തിൽ കാണാം. അവിടെ വലിയ വാഗ്വാദങ്ങളും തർക്കവും ഉണ്ടായി. ഭാരമേറിയ നുകങ്ങളെ വിജാതിയരുടെ മേൽ വെച്ച് കെട്ടരുതെന്ന് പത്രോസും പൗലോസും ബർന്നബാസും വാദിച്ചു. എല്ലാവരും സംസാരിച്ച ശേഷം സുന്നഹദോസിന്റെ തീരുമാനം യാക്കോബ് പ്രഖ്യാപിച്ചു. വിജാതിയരെ യഹൂദന്മാരാക്കാതെ തന്നെ ക്രിസ്ത്യാനികളാക്കാമെന്നും അവർ യഹൂദ മര്യാദകൾ പാലിച്ച് ജീവിക്കണമെന്ന് നിർബന്ധിക്കേണ്ട എന്നും സുന്നഹദോസ് തീരുമാനിച്ചു. ഈ സദ്വാർത്ത വിജാതീയ സഭകളെ രേഖാമൂലം അറിയിക്കുകയും അവർ ഏറ്റവും സന്തോഷിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് റോമിൽ കൂടിയതായ സുന്നഹദോസുകൾ ക്രിസ്തുമതത്തിന്റെ ആരംഭം മുതൽ തന്നെ വ്യാപകമായി പ്രചരിച്ചിരുന്ന ഒരു വേദവിപരീതമായിരുന്നു ഗ്നോസ്റ്റിസിസം അഥവാ ജ്ഞാനവാദം. ആ ജ്ഞാനവാദത്തെക്കുറിച്ച് വിശദമായി പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. 1, 2, 3 നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാർ വളരെ ശക്തമായി അതിനെ എതിർത്തിട്ടുണ്ട്. AD 144 AD 150 റോമിൽ കൂടിയ സുന്നഹദോസുകൾ ജ്ഞാനവാദത്തെ എതിർക്കുകയും അത് പ്രചരിപ്പിക്കുന്നവരെ മുടക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ അന്ത്യോക്യയിലും മറ്റ് കൈസറിയായാലും ഒക്കെ കൂടിയതായ സുന്നഹദോസുകളും ജ്ഞാനവാദത്തെ എതിർത്തുണ്ട്. എഫേസൂസിൽ യോഹന്നാൻ ശ്ലീഹ ജ്ഞാനവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചയാളാണ്. റോമിലെ ബിഷപ്പ് കൊർന്നേലിയോസ് വിശ്വാസത്യാഗികളോട് അയഞ്ഞ നിലപാട് സ്വീകരിക്കുന്നു എന്ന് റോമിലുണ്ടായിരുന്ന നൊവേഷ്യൻ എന്ന പുരോഹിതൻ ആരോപിച്ചു. അക്കാലത്തുണ്ടായിരുന്ന ഈ പീഡകൾ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പീഡകളൊക്കെ വരുന്ന ഉടനെ പല ആളുകളും വിശ്വാസം ത്യജിക്കും. അവർക്കിത് പിടിച്ചു നിൽക്കാനുള്ള ശക്തിയില്ല. അങ്ങനെ ത്യജിച്ചു പോകുന്ന ആളുകൾ പീഡ കഴിയുന്ന ഉടനെ വീണ്ടും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വീണ്ടും വിശ്വാസത്തിലേക്ക് വരും. അങ്ങനെ തിരിച്ചു വരുന്നവരെ സ്വീകരിക്കണമോ എന്നുള്ളത് ഒരു പ്രശ്നം ആദിമസഭ അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു.
അത് ചില ആളുകൾ, ചില മെത്രാച്ചന്മാർ തന്നെ അതിനെ അനുകൂലിച്ചു, ചില ആളുകൾ അതിനെ എതിർത്തു. ചില സഭാ പിതാക്കന്മാർ, ബിഷപ്പന്മാർ അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ അതിനെ എതിർക്കുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ സ്കിസംസ്, അങ്ങനെ ഉണ്ടായ ശീഷ്മകളാണ് ഫെലീസ്മോ സ്കിസം, ഡൊണാട്ടോ സ്കിസം, നൊവേഷ്യൻ സ്കിസം, മിലീത്യൂ സ്കിസം തുടങ്ങിയതായ സ്കിസംസ്. റോമിലെ ബിഷപ്പ് കൊർന്നേലിയോസ് വിശ്വാസത്യാഗികളോട് അയഞ്ഞ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് റോമിലുണ്ടായിരുന്ന നൊവേഷ്യൻ എന്ന പുരോഹിതൻ ആരോപിച്ചു. നൊവേഷ്യനെ വളരെയധികം ആളുകൾ പിന്താങ്ങി. അധികം താമസിയാതെ അവരുടെ എണ്ണം വർദ്ധിക്കുകയും നൊവേഷ്യൻ മെത്രാൻ സ്ഥാനം പ്രാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അനുയായികൾ പ്യൂരിറ്റൻസ് എന്നറിയപ്പെടാൻ തുടങ്ങി. വിശ്വാസത്യാഗികളെ ഒരു രീതിയിലും സഭയിൽ ചേർക്കുവാൻ പാടില്ല എന്നവർ വാദിച്ചു. AD 251 റോമിലെ ബിഷപ്പ് കൊർന്നേലിയോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സുന്നോദോസ് നൊവേഷ്യനെയും അനുയായികളെയും മുടക്കി. അതുപോലെ തന്നെ ഉണ്ടായ ഒരു സ്കിസമാണ് അലക്സാണ്ട്രിയയിൽ ഉണ്ടായതാണ് മിലീത്യൂ സ്കിസം. അലക്സാന്ദ്രിയയിൽ സഭയിൽ ഉണ്ടായതാണ് മിലീത്യൻ ശീഷ്മ. അലക്സാന്ദ്രിയയിലെ ബിഷപ്പ് പീറ്റർ വിശ്വാസത്യാഗികളോട് അയവുള്ള സമീപനം സ്വീകരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഈജിപ്തിലെ ബിഷപ്പ് മിലീത്യോസ് അതിനെതിരെ നിലപാടെടുത്തു. വിശ്വാസ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ വലിയൊരു വിഭാഗത്തെ പീറ്ററിനും അലക്സാന്ദ്രിയയിലെ ഔദ്യോഗിക സഭാ നേതൃത്വത്തിനുമെതിരായി മിലീത്യോസ് സംഘടിപ്പിച്ചു. ഡയോക്ലീഷ്യന്റെ പീഡയുടെ കാലത്ത് പീറ്റർ തടവിലാക്കപ്പെട്ടപ്പോൾ മിലീത്യോസ് ഈജിപ്തിൽ ഉടനീളം ഓടി നടന്ന അനുയായികളെ സംഘടിപ്പിക്കുകയും അനേകർക്ക് പട്ടം കൊടുക്കുകയും ചെയ്തു. പീറ്റർ തടവിലിരുന്ന് മിലീത്യോസിനെ മുടക്കി. 311 ഒരു സുന്നോദോസ് കൂടി അദ്ദേഹത്തെ മുടക്കി. ആരെയാ? ഈ മിലീത്യോസിനെ. അധികം താമസിയാതെ പീറ്റർ രക്തസാക്ഷിയായി കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ മിലീത്യോസിന്റെ അനുയായികൾ വീണ്ടും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. AD 231 അലക്സാണ്ട്രിയയിലെ ബിഷപ്പ് ദെമത്രിയോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു സുന്നോദോസ് അന്നത്തെ ഒരു സഭാപിതാവായിരുന്ന ഒറിഗനെതിരെ നിലപാടുകൾ എടുക്കുകയും അദ്ദേഹത്തെ മുടക്കുകയും ചെയ്തു. AD 306 അലക്സാന്ദ്രിയയിലെ പോപ്പ് പത്രോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സുന്നോദോസ് മിലീത്യൻ ശീഷ്മയ്ക്കെതിരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്തു. 321 അലക്സാന്ദ്രിയയിലെ പാത്രീസ് അലക്സാണ്ടർ വിളിച്ചുകൂട്ടിയ ഒരു സുന്നോദോസ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ കൂടി അറിയൂസിന്റെ വേദവിപരീതത്തെ ശപിച്ചു തള്ളുകയും ചെയ്തു. ഇങ്ങനെയുള്ള സുന്നോദോസുകളാണ് അലക്സാന്ദ്രിയയിൽ വെച്ച് നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് അന്ത്യോക്യൻ സഭയിൽ AD 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും അന്ത്യോക്യയിൽ 30-ലധികം സുന്നോദോസുകൾ നടന്നിട്ടുണ്ട്. മൊണാർക്കിയനിസം എന്ന വേദവിപരീതം പഠിപ്പിച്ച സമോസോട്ടായിലെ ബിഷപ്പായിരുന്ന പൗലോസിനെതിരെ, പോൾ ഓഫ് സമോസോട്ട, 265-ലും 269-ലും അന്ത്യോക്യയിൽ സുന്നോദോസുകൾ നടന്നു. ഡോസെറ്റിസിസം, മൊണാർക്കിയനിസം എന്നൊക്കെ പറയുന്നതായ വേദവിപരീതങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. അതിനെതിരെയാണ് അന്ത്യോക്യയിൽ സുന്നോദോസ് നടന്നത്. കാർത്തേജിൽ ഇതുപോലുള്ള സുന്നോദോസ് നടന്നു. കാർത്തേജിലെ ബിഷപ്പായിരുന്ന സിപ്രിയന്റെ നേതൃത്വത്തിൽ അവിടെ നടന്ന സുന്നോദോസുകൾ വിശ്വാസത്യാഗികളെ സംബന്ധിച്ചിട്ടുള്ളതായ ഭിന്നതകൾ പരിഹരിക്കുവാൻ കൂടിയവയായിരുന്നു. പീഡകളുടെ സമയത്ത് വിശ്വാസം ഉപേക്ഷിച്ച് പീഡകളിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ വീണ്ടും സഭയിൽ ചേർക്കണമോ അല്ലെങ്കിൽ സ്വീകരിക്കണമോ എന്നതായിരുന്നു പ്രധാന തർക്കവിഷയം. കാർത്തേജിൽ ഉണ്ടായിരുന്ന ഫെലീസിമോസ് എന്ന ഡീക്കൻ വിശ്വാസം ത്യജിച്ചവരിൽ കുറെ പേരെ സഭയിലേക്ക് ചേർക്കുവാൻ ഉത്സാഹിച്ചു. ഇത് ഭിന്നതയ്ക്ക് കാരണമായി. പ്രശ്നം രൂക്ഷമായപ്പോൾ സിപ്രിയന്റെ അധ്യക്ഷതയിൽ AD 251 ഒരു സുന്നോദോസ് കൂടി ഫെലീസിമോസിനെയും കൂട്ടരെയും മുടക്കി. ഇതിന്റെ തുടർച്ചയായി AD 303 ശേഷം കാർത്തേജിൽ ഡൊണാട്ടസ്, മജോറിനിയൂസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വീണ്ടും ഭിന്നതയുണ്ടായി. AD 314 ഗോളിലെ ആർലയിൽ കൂടിയ സുന്നോദോസ് ഡൊണാറ്റൂസിനെയും അനുയായികളെയും മുടക്കി. ഡൊണാറ്റൂസ് വിഭാഗത്തിന്റെ കൈവശമുണ്ടായിരുന്ന പള്ളികളും സ്വത്തുക്കളും പിടിച്ചെടുക്കുവാനും നേതാക്കന്മാരെ നാടുകടത്തുവാനും 317 കുസ്തന്തീനോസ് രാജാവ് ഉത്തരവായി. ഇത് വ്യാപകമായ കലാപങ്ങൾക്കും രക്തച്ചൊരിച്ചിലിനും കാരണമായി. 311 കാർത്തേജിൽ കൂടിയ 200 പേരുടെ സമ്മേളനം ഡൊണാറ്റൂസിനെ മുടക്കി. ഇങ്ങനെ ആ കാർത്തേജിലും ഏഷ്യയിലും ഒക്കെ നടന്നതായ സുന്നോദോസുകളുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട സുന്നോദോസാണ് ഇക്കോണിയത്തിൽ നടന്നത്. 230, 235 തുടങ്ങിയ വർഷങ്ങളിൽ 2-ാം നൂറ്റാണ്ടിൽ വളർന്നു വന്ന ഒരു വേദവിപരീതമാണ് മൊണ്ടാനിസം. ഏഷ്യ മൈനറിലെ ഫ്രിജിയ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന മൊണ്ടാനൂസ് എന്ന പുരോഹിതനാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് തന്നിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രവചിക്കുവാനും ഒക്കെ തുടങ്ങി. അദ്ദേഹത്തിന്റെ അനുയായികൾ ഏഷ്യ മൈനറിലും ആഫ്രിക്കയിലുമുള്ള വിവിധ സഭകളിൽ വ്യാപിച്ചു. ഔദ്യോഗിക സഭാ നേതൃത്വത്തെയും ബിഷപ്പന്മാരെയും ഒക്കെ ഇവർ
ചോദ്യം ചെയ്തു. AD 160 ശേഷം കൂടിയ പല സുന്നഹദോസുകളും മൊണ്ടാനസിനെതിരെ നിലപാടുകൾ സ്വീകരിച്ചു. കുസ്തന്തീനോസ് രാജാവ് ക്രിസ്തുമതത്തെ അംഗീകരിച്ചപ്പോൾ മൊണ്ടാനസത്തെ ക്രിസ്തുമതമായോ അതിലെ ഒരു വിഭാഗമായോ അംഗീകരിച്ചില്ല. ഏഷ്യ മൈനറിലും തുർക്കിയിലും പെട്ട ഫ്രിജിയ, ഗലേഷ്യ, സിലിഷ്യ, കൈസറിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ സഭകളിൽപ്പെട്ട 50-ലധികം ബിഷപ്പ്മാരുടെ സമ്മേളനം വേദവിപരീതികളെ, പ്രത്യേകിച്ച് മൊണ്ടാനിസം വിഭാഗങ്ങളുടെ മാമോദീസ സ്വീകാര്യമാണോ എന്ന വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. വേദവിപരീതികളുടെ മാമോദീസ സ്വീകരിക്കാനൊക്കുമോ? ബിഷപ്പ് അഗ്രിപ്പീനീസിന്റെ അധ്യക്ഷതയിൽ സമ്മേളിച്ച കാർത്തേജിലെ സുന്നോദോസിന്റെ തീരുമാനം പോലെ വേദവിപരീതികളിൽ നിന്ന് സ്നാനമേറ്റവർ സത്യവിശ്വാസത്തിലേക്ക് വരുമ്പോൾ വീണ്ടും മാമോദീസ ഏൽക്കണം എന്ന് തീരുമാനിച്ചു. അതുപോലെ അൻഖൈറായിൽ 314 12 മുതൽ 18 ബിഷപ്പന്മാർ വരെ സമ്മേളിച്ചതായ സമ്മേളനം നടന്നതാണ്. നിയോ കൈസറിയായാലും അന്ത്യോക്യായാലും ഗാംഗ്രായിലും ഡവോഡീഷ്യയിലും സഭാസംബന്ധമായ സുന്നഹദോസുകൾ കൂടുകയും 314 സുന്നഹദോസുകൾ 25 കാനോനുകൾ പാസാക്കുകയും ചെയ്തു. നിയോ കൈസാറിയയിൽ കൂടിയ വേറൊരു സുന്നഹദോസ് അച്ചടക്കം സംബന്ധിച്ച് 15 കാനൂനുകൾ തീരുമാനിച്ചു. അവയിൽ പലതും കൽക്കദോന സുന്നഹദോസ് അംഗീകരിച്ചു. അൻഖൈറായിൽ 314 കൂടിയ സുന്നഹദോസ് നിയോ കൈസറിയായാലും ലവോദോക്യായാലും അക്കാലത്ത് കൂടിയ സുന്നഹദോസുകളുടെ കാനൂനുകളും അംഗീകരിച്ചു. നിക്യാ സുന്നഹദോസിന് മുമ്പും അതിനുശേഷവും ഫ്രാൻസിലെ ആൾസ് എന്ന് പറയുന്ന പുരാതന ക്രൈസ്തവ സഭാ കേന്ദ്രത്തിൽ കുറേയധികം സുന്നഹദോസുകൾ കൂടിയിട്ടുണ്ട്. കുസ്തന്തീനോസ് രാജാവ് റോമാ സാമ്രാജ്യത്തിലെ അംഗീകൃത മതമായി ക്രിസ്തുമതത്തെ അംഗീകരിച്ചതിന് ശേഷം AD 314 കൂടിയ ഒരു സുന്നഹദോസ് പ്രധാനപ്പെട്ട ഒരു സഭായോഗമായി ശ്രദ്ധ നേടിയിട്ടുണ്ട്. കുസ്തന്തീനോസ് രാജാവ് വിളിച്ചുകൂട്ടിയ ഈ സുന്നഹദോസ് നിക്യാ സുന്നഹദോസിന്റെ മുന്നോടിയായിരുന്നു എന്നും പറയാം. മുമ്പ് തള്ളിക്കളഞ്ഞ വേദവിപരീതങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഈ സുന്നഹദോസ് തള്ളിക്കളയുന്നുണ്ട്. പ്രധാനപ്പെട്ട പല സഭാ നിയമങ്ങളും ഈ സുന്നഹദോസിന്റെ തീരുമാനങ്ങളായിട്ടുമുണ്ട്. സാമ്രാജ്യത്തിന്റെ സമാധാനം കെടുത്തിയിരുന്ന ഡൊണാട്ടു സ്കിസം പരിഹരിക്കാൻ വേണ്ടി ചക്രവർത്തി തന്നെയാണ് സുന്നഹദോസ് വിളിച്ചുകൂട്ടിയത്. സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്ന് മിക്കവാറും എല്ലാ ബിഷപ്പന്മാരും ഈ അൻഖൈറായിൽ കൂടിയ സുന്നഹദോസിൽ സംബന്ധിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ബിഷപ്പന്മാരും ഈ സുന്നഹദോസുകളിലൊക്കെ സംബന്ധിച്ചുള്ള ചിലരെ അദ്ദേഹം തന്നെ നേരിട്ട് ക്ഷണിച്ചു. 300-ലധികം ബിഷപ്പന്മാർ സംബന്ധിച്ചതായി പറയപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് കൂടിയ കാർത്തേജിലെയും റോമിലെയും സുന്നഹദോസുകളുടെ തീരുമാനങ്ങളെ ഈ സുന്നഹദോസുകളും അംഗീകരിച്ചു. സ്പെയിനിലെ എൽവിറായിൽ 305 കൂടിയ ഒരു സുന്നഹദോസ് 20ഓളം ബിഷപ്പന്മാരും അത്രയും തന്നെ പുരോഹിതന്മാരും സമ്മേളിച്ചു. അച്ചടക്കം സംബന്ധിച്ചു സഭാ നിയമങ്ങൾ പാസാക്കിയാണ് പ്രധാനമായും ആ സുന്നഹദോസുകൾ ചെയ്തത്. ആ സുന്നഹദോസുമായി 80-ലധികം കാനൂനുകൾ പ്രചാരത്തിലുണ്ട്. അൻഖൈറായിലും ആൾസിലും കൂടിയ സുന്നഹദോസുകളോട് യോജിച്ചു പോകുന്നതോ ആ നിരയിൽപ്പെട്ടതോ ആയ ഒരു സുന്നഹദോസായിരുന്നു ഈ സ്പെയിനിൽ കൂടിയതായ സുന്നഹദോസ്. അത് കഴിഞ്ഞുണ്ടായ പ്രധാനപ്പെട്ട ഒരു തർക്ക വിഷയമായിരുന്നു ഈസ്റ്റർ, ഉയർപ്പ് പെരുന്നാൾ ആചരണം സംബന്ധിച്ചുള്ളത്, അതിൻ്റെ തീയതി സംബന്ധിച്ചുള്ളത്. ആദിമസഭയുടെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളായിരുന്നു ഉയർപ്പ് പെരുന്നാൾ. ഈ പെരുന്നാൾ ഏത് ദിവസമാണ് ആചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് 2-ാം നൂറ്റാണ്ടിൽ ഒരു തർക്കവും ഭിന്നതയും ഉണ്ടായി. ക്വാർട്ടോ ഡെസിമൻ കോൺട്രവേഴ്സി എന്നറിയപ്പെടുന്നു. അതായത് ക്വാർട്ടോ ഡെസിമൻ എന്ന് പറഞ്ഞാൽ 14. യഹൂദന്മാരുടെ പെസഹ ആചരിക്കുന്ന നീസാൻ മാസം 14-ാം തീയതിയാണ്. 14-ാം തീയതി ഏത് ദിവസം വന്നാലും, തിങ്കളാഴ്ചയാണെങ്കിലും ചൊവ്വാഴ്ചയാണെങ്കിലും ബുധനാഴ്ചയാണെങ്കിലും ആ ദിവസം ഉയർപ്പ് ദിവസമായി ആദിമ ക്രിസ്ത്യാനികൾ ആചരിച്ചു. കിഴക്കൻ സഭകളിൽ യഹൂദന്മാരുടെ നീസാൻ മാസം 14-ാം തീയതി ഉയർപ്പ് പെരുന്നാളായി ആഘോഷിച്ചു വന്നു. അത് ആഴ്ചയിലെ ഏത് ദിവസമാണെങ്കിലും അവർ ആചരിച്ചു. വ്യത്യസ്ത സഭാഭാരങ്ങളിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ അത് പ്രധാന പ്രശ്നമായി മാറി. എന്നാൽ പാശ്ചാത്യ സഭകളുടെ രീതി ഉയർപ്പ് നീസാൻ 14 കഴിഞ്ഞിട്ട് വരുന്നതായ ഞായറാഴ്ച, അത് കഴിഞ്ഞ് വരുന്നതായ ഞായറാഴ്ച ഉയർപ്പ് പെരുന്നാളായി ആഘോഷിച്ചു. ഈ 2 ആചാര രീതികൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഒരു കൂട്ടര് ഏത് ദിവസം വന്നാലും നീസാൻ 14 ഉയർപ്പ് പെരുന്നാളായിട്ട് അയച്ചു. വേറൊരു കൂട്ടര് നീസാൻ 14 കഴിയുന്നതായ ഞായറാഴ്ച. ഈ കോൺട്രവേഴ്സി സഭയിൽ നിലനിന്നു. റോമിൽ കൂടിയതായ സുന്നഹദോസുകൾ, അതുപോലെ തന്നെ സ്മിർണയിൽ കൂടിയ സുന്നഹദോസുകൾ, ഇതിനെക്കുറിച്ചൊക്കെ തർക്കമുണ്ടാകുകയും 2 രീതിയിലും വ്യത്യസ്തമായി നിൽക്കുകയും ഒക്കെ ചെയ്തു. അവസാനം AD 325 കൂടിയ നിസ്ക്യാ സുന്നഹദോസ് പ്രശ്നത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം
എല്ലാ കാര്യങ്ങളിലും സഭയിൽ ഐക്യമുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു തീരുമാനത്തിലെത്തി. യഹൂദന്മാരുടെ പെസഹ ആകുന്ന നീസാൻ മാസം 14-ാം തീയതി കഴിഞ്ഞു വരുന്ന തൊട്ടടുത്ത ഞായറാഴ്ച ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഉയിർപ്പ് പെരുന്നാളായി ആഘോഷിക്കണമെന്ന് നിഖ്യാ സുന്നഹദോസ് ആഹ്വാനം ചെയ്തു. AD 155-ലും 150-ലും 120-ലും ഒക്കെ കൂടിയതായ പല സുന്നഹദോസുകളും ഇതേക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോമിലെ ബിഷപ്പായിരുന്ന വിക്ടർ, സ്മിർനായിലെ ബിഷപ്പായിരുന്ന പ്ലോറി ക്രാറ്റസ് തുടങ്ങിയവരൊക്കെ ഇതിനെ ന്യായീകരിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഭിന്നതകൾ ഉണ്ടായെങ്കിലും അവസാനം നിഖ്യാ സുന്നഹദോസിൽ വെച്ച് ഈ ഇതിനൊക്കെ തർക്കത്തിന് പരിഹാരമുണ്ടായിട്ടുണ്ട്. 193-ന് ശേഷം കിഴക്കൻ സഭകളിൽ കുറേയധികം സുന്നഹദോസുകളിൽ കൂടി ഈ ക്വാർട്ടോ ഡെസിമൻ കോൺട്രവേഴ്സി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിഖ്യാ സുന്നഹദോസിന് മുമ്പ് കൂടിയതായ ചില സുന്നഹദോസുകളെ കുറിച്ച് ഒരു പരാമർശനം നടത്തുവാനായിട്ടാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. തുടർന്ന് വരുന്നതായ സന്ദർഭങ്ങളിൽ നിഖ്യാ സുന്നഹദോസിനെ കുറിച്ച് തന്നെ വളരെ വിശദമായി നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കണം. അതുവരെ ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ചൊല്ലുന്നു.